അമിതവണ്ണം, അമിതഭാരം ഇത് ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രുവാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന വലുതും ചെറുതുമായ ഭീകരവും വളരെ ഭയാനകവുമായ മിക്കവാറും രോഗങ്ങളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടുതോഴൻ അത് അമിതവണ്ണമാണ്, അമിതഭാരമാണ്. ഒരു മനുഷ്യൻ്റെ ഐഡിയൽ വെയ്റ്റ്, ആ ഐഡിയൽ വെയ്റ്റിലേക്ക് നമ്മളുടെ ഭാരത്തെ, ശരീരവണ്ണത്തെ ക്രമീകരിക്കുന്നത് ആരോഗ്യത്തിലേക്കുള്ള ഏറ്റവും നല്ല എളുപ്പവഴിയാണ്. അതിനാവശ്യമായ ന്യൂട്രിഷനുകളുടെ സഹായത്തോടുകൂടെ പ്രഗത്ഭരായ പ്രശസ്തരായ ഡോക്ടർമാരുടെ, കഴിവുറ്റ ഡോക്ടർമാരുടെ പ്രിപ്പറേഷനും അവരുടെ മേൽനോട്ടമുള്ള അത്തരം ന്യൂട്രിഷനുകളുടെ സഹായത്തോടുകൂടെ വെയ്റ്റ് ലോസ് ചെയ്യുകയും അതിലൂടെ ശരീരത്തിനാവശ്യമായ കിട്ടേണ്ട വിറ്റാമിനുകളും മിനറലുകളും വിറ്റാമിനുകളും കറക്റ്റ് കിട്ടുന്ന രീതിയിൽ വെയ്റ്റ് ലോസ് ചെയ്താൽ അത് ജീവിതത്തിൽ വലിയ നേട്ടമാണ്. അല്ലാതെ അമിതവണ്ണത്തോടുകൂടെ, അമിതഭാരത്തോടുകൂടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ വലിയ രോഗങ്ങൾ നമ്മെ കാത്തു നിൽക്കുന്നു. ആ രോഗങ്ങൾ നമുക്കുണ്ടാക്കി തരുന്ന ചിലവുകളും അതിൻ്റെ ചികിത്സാ ചിലവുകളും വളരെ വലുതാണ്. എന്നു മാത്രമല്ല, ചികിത്സകൾ പലപ്പോഴും പരിഹാരത്തിലേക്ക് എന്നാൽ ഉള്ള സഞ്ചാരത്തിന് പകരം അത് കൂടുതൽ കൂടുതൽ സങ്കീർണമായ വഴികളിലേക്കുള്ളൊരു യാത്രയായിട്ട് മാറുകയാണ് ചെയ്യുക. എന്നാൽ കറക്റ്റ് നമ്മുടെ അമിതഭാരത്തെ കുറച്ച് നമ്മുടെ മിതമായ ഭാരത്തിലേക്ക്, ഐഡിയൽ വെയ്റ്റിലേക്ക് നമുക്ക് വരാൻ പറ്റിയാൽ അത് ജീവിതത്തിൽ വലിയ ലാഭമാണ്, വലിയ നേട്ടമാണ്, വലിയ സുരക്ഷിതത്വമാണ്. അതുകൊണ്ട് തന്നെ അതേറെ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു വിഷയമാണ്, നമുക്കാവശ്യമായ വെയ്റ്റ്, നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയ്റ്റ് അതില്ലാതിരുന്നാൽ അവിടെയും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും മിനറലുകളൊന്നും കിട്ടാതിരിക്കുന്ന സമയത്തും ശരീരത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോഴും അത് പ്രശ്നമാകും. അതുകൊണ്ട് അവിടെയും പോഷകങ്ങളുള്ള വിറ്റാമിനുകളും മിനറലുകളൊക്കെ ആവശ്യാനുസരണം ലഭിക്കുന്ന സുരക്ഷിതമായ നിലവാരമുള്ള പ്രൊഡക്റ്റുകളുടെ സഹായത്തോടുകൂടെ വെയ്റ്റ് ഗെയിൻ ചെയ്യുന്നതും ഏറെ നല്ലതാണ്. ഫാസ്റ്റ് ഫുഡുകളും ജങ്ക് ഫുഡുകളും അതുപോലെ ശരീരത്തിന് ഉപദ്രവം ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ശരീരത്തെ അപകടപ്പെടുത്താതിരിക്കുകയും ചെയ്യേണ്ടതാണ്.